കളങ്കാവൽ ഈ സിനിമയുടെ ആദ്യത്തെ ആ ഒരു സ്പോയിലർ അത് ലീക്ക് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞത് ഈ സിനിമയിലെ പ്രതിനായക വേഷം ചെയ്യുന്നത് മമ്മൂക്കയാണ് എന്നാണ്. മമ്മൂക്ക അത് പറയുകയും ചെയ്തു, ഞാനാണ് ഇതിലെ പ്രതിനായകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റിൽ അത് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്ക അവതരിപ്പിക്കുന്നു എന്നറിയുമ്പോൾ ആരാധകർക്ക് ഒരു പിടി സന്തോഷവും അതിലേറെ ആവേശവുമാണ് ആ ഒരു പ്രകടനത്തെ ആസ്വദിക്കാൻ. അതായത് അദ്ദേഹം ഇത്തരം സ്വാഭാവികമായിട്ടുള്ള ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സിലൂടെ ആ ഒരു സ്വാഭാവിക നിലനിർത്തുകയും അതേപോലെ തന്നെ വന്യമായിട്ടുള്ള ചിരികളിലൂടെയും ക്രൂരമായിട്ടുള്ള നോട്ടത്തിലൂടെയും ആ ഒരു പെർഫോമൻസ് പടിപടിയായിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടി ഒറ്റയ്ക്ക് കളം വാഴുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശേഷണത്തിന്റെ യാതൊരു ആവശ്യമില്ല മമ്മൂട്ടിയെ സംബന്ധിച്ചിട്ട് ആക്ടിങ്ങിൽ ഒരു നോർമൽ ദിനം. അങ്ങനെ നോക്കുമ്പോൾ പ്രതിനായക വേഷത്തിൽ മമ്മൂക്ക കസറുമ്പോൾ നായക വേഷത്തിന് ഒട്ടും പ്രാധാന്യം കുറഞ്ഞു പോകരുത്. അവിടെയാണ് വിനായകൻ സ്കോർ ചെയ്തിട്ടുള്ളത്. വളരെ ശാന്തവും അതേപോലെ തന്നെ വളരെ കൺട്രോൾഡുമായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷം അദ്ദേഹം ഇതിൽ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് വേണം പറയാൻ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം പൂർണ്ണമായിട്ടുള്ള കൈയടക്കത്തോടെ അദ്ദേഹം ചെയ്തു വെച്ചപ്പോൾ വളരെ ഒച്ചെടുക്കാതെ, അതായത് ലൗഡായിട്ട് ഒട്ടും പൊട്ടിത്തെറിക്കാതെ ശക്തനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള വിനായകനും കൈയടി അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആൾക്കാരാണ് ഈ സിനിമയുടെ കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ എഴുത്ത് അതൊരു നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സിനിമയിൽ ഈ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഈ ഒരു കാര്യം അതൊരു പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പൊ ആ ഒരു സംഗതിയെ അതിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ചേർത്തിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു സിനിമ ഒരുക്കി വെക്കാൻ ഇതിന്റെ റൈറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ചില പ്രേക്ഷകർക്ക് തോന്നാം ഇതിന്റെ ഒരു ആദ്യത്തെ പകുതി ഒരു പതിഞ്ഞ താളത്തിൽ ഒരു സ്ലോ പേസ് ആയിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു എന്നത്. അപ്പം അത് എനിക്ക് തോന്നിയത് ആ ഒരു കഥാപാത്രങ്ങൾക്കും അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലോട്ടിനെ കൊണ്ടുപോകുന്നതിനും ആ ഒരു സ്ലോ പേസ് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാകാം. പിന്നെ അവസാനമാകുമ്പോൾ കഥയുടെ കെട്ടുപാടുകളൊക്കെ കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലേക്ക് നീങ്ങുന്ന ഒരു സിനിമ, അതാണ് കളങ്കാവൽ. ഈ സിനിമയിലെ ഒരു മുഖ്യ പ്രമേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യബന്ധങ്ങളിലെ സത്യസന്ധതയും അതേപോലെ തന്നെ ചതിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഓരോരോ ആമുഖങ്ങളിലൂടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു കളങ്കാവൽ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരല്പം റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു സീരിയൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അത് തന്നെ നമ്മളെ മമ്മൂക്ക 2025 അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിട്ട് എത്തുമ്പോൾ അതിലെ അഭിനയ പ്രകടനത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് കളങ്കാവൽ. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും. ഈ സിനിമയെ കുറിച്ചിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകാം. എന്നാൽ പോലും ഈ സിനിമയെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മമ്മൂക്കയുടെ പ്രകടനത്തെ കുറിച്ചിട്ടും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ.